സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ CPM പദ്ധതിയല്ല, അതിൽ ഞാൻ പങ്കാളിയാണ്. ശബരിമലയിലെ സ്വർണം കട്ട കേസ് യു-ടേൺ അടിച്ചു വന്നപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും ചൂരൽമലയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത പോലെ സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം സർക്കാർ കൊണ്ടുവരുന്ന ടൗൺഷിപ്പിൽ ഞങ്ങൾക്കും കൂടെ ക്രെഡിറ്റ് വേണം എന്ന് പറയാൻ വേണ്ടി. ഞങ്ങൾക്കും കൂടെ ഇതിന്റെ ക്രെഡിറ്റ് വേണമെന്ന് പറയുന്ന ഈ ടീം അന്ന് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ 100 വീട് പണിത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാർ. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. അതിന് മുമ്പ് ഡിസംബർ മാസം 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ VD സതീശൻ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം കൂടി നിങ്ങളെ കാണിച്ചു തരാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഈ ഒരു പരാമർശത്തിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. CMDRFലേക്ക് 1 രൂപ പോലും സംഭാവന കൊടുക്കരുതെന്നും എല്ലാം ഞങ്ങൾ തന്നെ മലമറിച്ചോളാമെന്നും പറഞ്ഞു നടന്ന അഖിൽമാരാറിനൊക്കെ പോലെയുള്ള ക്യാമ്പയിൻ നടത്തിയ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ എങ്ങനെയാണ് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത്? ആ ദുരന്തത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ പിരിച്ച പൈസ അത് എത്രയാണെന്ന് ചോദിക്കുന്നില്ല, എവിടെയൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ നാളിതുവരെയായിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും ഒരു സ്ഥലം പോലും കണ്ടെടുക്കാൻ പറ്റാത്ത നിങ്ങളാണോ കേരളം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാവുമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത്? അതിനെന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്?